മാത്രമല്ല എല്ലാവരും അവിടെ ചെന്നാൽ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, ആ മഖാമി ഇബ്രാഹീമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണം. എല്ലാവരും തവാഫ് കഴിഞ്ഞാൽ മഖാമി ഇബ്രാഹീമിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണ്. മഖാമി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ്. കഅബാലയം നിർമ്മിക്കുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് പോലെ വർക്ക് ചെയ്ത കല്ലാണത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പടവിനുള്ള കല്ല് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പിതാവായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് വാങ്ങി ഈ കല്ലിന്റെ മേലെ നിൽക്കുന്ന സമയത്ത് ഈ കല്ല് ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുകയാണ്. ആ കല്ല് അവിടെ കാലാകാലങ്ങളായി സംരക്ഷിക്കപ്പെടുകയാണ്. ഇന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ മത്താഫിൽ ആളുകൾ എല്ലാവരും ഒരുമിച്ച് തവാഫ് ചെയ്യുമ്പോൾ മഖാമി ഇബ്രാഹീമിന്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു തിരക്ക് വരുന്നുണ്ടല്ലോ. ഈ മഖാമി ഇബ്രാഹീം അവിടെ നിന്ന് ഒന്നെടുത്ത് മസ്ജിദുൽ ഹറാമിലേക്കൊന്ന് വെച്ചാൽ എത്ര സൗകര്യമാണ് എന്ന് ഒരു പക്ഷേ നമ്മൾ ആലോചിച്ചേക്കാം. നമ്മൾ ആലോചിച്ചു പോകും, അതൊന്നെടുത്ത് അങ്ങോട്ട് വെച്ചാൽ എത്ര നന്നായിരുന്നു. ആളുകൾക്ക് തിരക്കില്ലാതെ നിസ്കരിക്കാമല്ലോ, ആളുകൾക്ക് തിരക്കില്ലാതെ തവാഫ് ചെയ്യാമല്ലോ. എന്തുകൊണ്ടാണ് ഒരുപാട് പരിഷ്കരണങ്ങൾ ഹറമിലുണ്ടായി? ഏതാണ്ട് 23-24 വർഷങ്ങൾക്ക് മുമ്പ് പോയവർ അവർക്ക് സംസം കിണർ കാണാമായിരുന്നു. മത്താഫിൽ നിന്ന് തന്നെ താഴേക്ക് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സംസം കിണർ കാണാൻ. ഇന്ന് അവിടെ സാധാരണ യാത്രക്കാർക്ക് കാണാൻ കഴിയില്ല. അത് കവർ ചെയ്ത് മത്താഫ് മുഴുവനും സുഗമമാക്കി വെച്ചിരിക്കുന്നു. അവിടെയുള്ള ഒരുപാട് നിർമ്മിതികൾ ഇതുപോലെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ തിരക്കുകൾ ഏറെയുണ്ടായിട്ടും മഖാമി ഇബ്രാഹീം എന്തുകൊണ്ടാണ് മാറാത്തത്? പ്രിയമുള്ളവരെ, അതിനൊരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹമ്മദ് മുത്തവല്ലി ശറാവിയുടെ മക്കയെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചുമെല്ലാമുള്ള രചനയിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനരായ അശ്ശൈഖ് മുഹമ്മദ് മുത്തവല്ലി ശറാവി അവർകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അബ്ദുൽ അസീസ് രാജാവും മുഹമ്മദ് ബിൻ ലാദനും രണ്ടുപേരും കൂടി തീരുമാനിച്ചു, മഖാമി ഇബ്രാഹീം മസ്ജിദുൽ ഹറാമിലേക്കൊന്ന് മാറ്റിവെച്ചാൽ തവാഫ് ചെയ്യുന്ന ആളുകൾക്കൊരു സൗകര്യമാകുമല്ലോ. അവിടെ വരുമ്പോൾ തിരക്കുണ്ടാവില്ല. ആളുകൾക്ക് നിസ്കരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ വിശാലമായ സൗകര്യമുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ എത്ര നല്ലതാണ്. അങ്ങനെ അത് വെക്കാനുള്ള പ്ലാറ്റ്ഫോമിന്റെ പണി നടക്കുകയാണ്. അബ്ദുൽ അസീസ് രാജാവ് സൗദി ഭരിക്കുന്ന കാലമാണ്. അന്ന് മുഹമ്മദ് ബിൻ ലാദനാണ് അവിടുത്തെ വർക്കുകളുടെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. സമീപകാലത്ത് വരെ ആ കമ്പനിയായിരുന്നല്ലോ അവിടെ നിർമ്മാണം നടത്തിയത്. ആ കമ്പനിയുടെ മേധാവിയോട് രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് ചെയ്തതാണ്. അന്ന് മുത്തവല്ലി ശറാവി അവർകൾ ഈജിപ്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ വിവരമറിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഒരു ഫാക്സ് ചെയ്തു, നിങ്ങൾ മഖാമി ഇബ്രാഹീം അവിടുന്ന് മാറ്റാൻ പാടില്ല. അത് തൗഖീഫിയായ വദഅാണ്. അഥവാ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനം നിർണയിച്ചു വെച്ചതാണ്. അത് മാറ്റാൻ നമുക്ക് അവകാശമില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് മുത്തവല്ലി ശറാവി അയച്ച ഫാക്സിൽ ഇങ്ങനെ ഒരു വിവരമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിൽ കഅബാലയത്തിന്റെ അടുത്ത് വന്നപ്പോൾ മഖാമി ഇബ്രാഹീം കാണാനില്ല.
അപ്പോൾ ചോദിച്ചു, അല്ല, എവിടെ പോയി മഖാമി ഇബ്രാഹിം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ജീവിച്ചിരുന്ന സ്വഹാബികളിൽ ചിലര് പറഞ്ഞു, അത് മിസ്ഫലയിലാണ്. അത് കഅബാലയത്തോട് ചേർന്ന സ്ഥലമാണ്. മസ്ജിദുൽ ഹറാമിന്റെ വികാസം നടക്കുന്നതിന് മുമ്പ്, ഒരു 10-15 കൊല്ലം മുമ്പ് മക്കത്ത് പോയ ആളുകൾക്ക് മിസ്ഫല അറിയും. അവിടെ താമസിച്ചവരുണ്ടാകും. ഇന്നതെല്ലാം മിൻ സാഹാത്തിൽ ഹറമി ഷരീഫ് ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടെ മഖാമി ഇബ്രാഹിം കാണാനില്ല. എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മിസ്ഫലയിലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മഖാമി ഇബ്രാഹിം അങ്ങനെ നീക്കി വെക്കാൻ പറ്റില്ല. ജനങ്ങൾ പറഞ്ഞു, തവാഫ് ചെയ്യുന്നവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി മാറ്റിയതാണ്. പറ്റൂല, പറ്റൂല, അങ്ങനെ മാറ്റിവെക്കാൻ ന്യായമില്ല. അത് പൂർവസ്ഥാനത്തു തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട്. വേഗം കൊണ്ടുവരണേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആജ്ഞാപിച്ചപ്പോൾ സ്വഹാബികൾ മഖാമി ഇബ്രാഹിം കഅബാലയത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കി, ഇത് കഅബയിൽ നിന്ന് എത്ര അകലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചത്. കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഈ മഖാമി ഇബ്രാഹിം കഅബാലയത്തിൽ നിന്ന് എത്ര അകലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചത്? അപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, അന്ന് അകലം പിടിച്ച നൂല് എന്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അളവ് പിടിച്ച വസ്തു എന്റെ കയ്യിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. മാഷാ അല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. കഅബാലയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര അകലെയാണോ അത് സ്ഥാപിച്ചത്, അതേ അകലത്തിൽ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസ്ഥാപിക്കുകയാണ്. അങ്ങനെ വെച്ചിട്ടുള്ള മഖാം ഇബ്രാഹിം, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലടയാളമുള്ള കല്ലാണ്. അത് അല്ലാഹുവിന്റെ കഅബയുടെ മുറ്റത്തുള്ള ഒരു ആയത്താണ്, ബറക്കത്തിന്റെ ശിലയാണ്. ചില ആളുകൾക്ക് ബറക്കത്ത് പറ്റൂല, ചില ആളുകൾക്ക് മഹാന്മാരുടെ സ്മരണകൾ പറ്റില്ല, ചില ആളുകൾക്ക് മഹത്തുക്കളുടെ ആധാറുകൾ പറ്റില്ല. അവരെങ്ങനെയാണ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നിസ്കരിക്കുക? അവരെങ്ങനെയാണ് മഖാം ഇബ്രാഹിമിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിനെ സമീപിക്കുക? കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുന്ന മഖാം ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലടയാളം അല്ലാഹു തആല ശേഷിപ്പിച്ചിരിക്കുകയാണ്. ആരുടെ കാലടയാളമാണ്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ വിളിക്കണം നബിയേ, ലോകരെ വിളിക്കണം. അങ്ങനെ ബറക്കത്തുള്ള വിളി നടത്താൻ അല്ലാഹു ഏൽപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം കഅബാലയത്തിന്റെ മുറ്റത്ത് ബറക്കത്തിനു വേണ്ടി വിശ്വാസി ലോകത്തിന് ദൃഷ്ടാന്തമായി അല്ലാഹു തആല സ്ഥാപിച്ചിരിക്കുകയാണ്. ആ സ്ഥാപിച്ച ഓർമ്മയിലൂടെയാണ് ഒരു ഹാജി, ഒരു മുഅ്തമിർ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുന്നയാൾ അല്ലാഹുവിനെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഖലീലായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കുകയാണ്.
ആ ഓർമ്മയില്ലാതെ തവാഫ് പൂർത്തിയാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ എങ്ങനെയാണ് തവാഫ് പൂർത്തിയാവുക? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ എങ്ങനെയാണ് സംസം കുടിക്കുക? ഹാജർ അലൈഹിസ്സലാമിനെ ഓർക്കാതെ എങ്ങനെയാണ് സഈ ചെയ്യുക? ഇതെല്ലാം ഒരു നബി കുടുംബത്തിന്റെ, ഈമാനുള്ള ഒരു കുടുംബത്തിന്റെ സാക്ഷ്യങ്ങളാണ്, ഓർമ്മകളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ശരിയായി ഉൾക്കൊള്ളുന്നവർക്കല്ലേ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ ഓർക്കാനാവുകയുള്ളൂ, മുൻഗാമികളായ സജ്ജനങ്ങളെ ഓർക്കാനാവുകയുള്ളൂ. ആ മഹത്തായ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരം മുഴുവനും. ആ പരിശുദ്ധമായ അറഫയും മിനയും മുസ്ദലിഫയും ജംറയും എല്ലാം അല്ലാഹുവിനെ ഓർത്തവരെ ഓർക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വ്യക്തിയെ ആദരിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിസ്കാരത്തിൽ വരെ നമ്മൾ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച നാടുകളെ ആദരിക്കണം. അതല്ലേ പരിശുദ്ധമായ മക്ക, പരിശുദ്ധമായ മക്കൽ മുക്കറമേ നമ്മൾ ആദരിക്കുന്നത്. അല്ലാഹു ആദരിച്ച വീടാ, നാടാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വത്തീനി വസ്സൈതൂൻ വതൂരി സിനീൻ വഹാദൽ ബലദിൽ അമീൻ. ബലദുൽ അമീനായ അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടായ മക്ക, അത് പ്രത്യേകം ഓർക്കേണ്ട, എടുത്തു പറയേണ്ട, ആളുകൾ വിശ്വാസപൂർവം എത്തിച്ചേരേണ്ട കേന്ദ്രമാണ്. കഅബാലയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഭവനമല്ലേ കഅബാലയം എന്ന പവിത്രമായ ബറക്കത്തിന്റെ വീട്. മഹാനായ മുഹമ്മദ് അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി റഹിമഹുള്ളയുടെ പിതാവ് അലവി മാലിക്കി തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിയ മഹാനാണ്. സഹീഹുൽ ബുഖാരിയുടെ ദർസ് ബാബുസ്സലാമിന്റെ അടുക്കൽ നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്ന മഹാനവറുകൾ ജീവിച്ചിരിക്കുമ്പോൾ അതാ കഅബാലയത്തിന്റെ അടുത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ആളുകളെല്ലാം കഅബാലയത്തിന്റെ മേലെ നിന്ന് വെള്ളം സ്വർണപ്പാത്തിയിലൂടെ താഴേക്ക് വീഴുമ്പോൾ അവിടെ പോയി കുളിക്കാനും നനയാനും തിരക്ക് കൂട്ടുകയാണ്. അപ്പൊ ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതിന് വല്ല തെളിവും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടോ? ഇവിടെ കുളിച്ചിട്ടുണ്ടോ? ഇവിടെ മഴ പെയ്തപ്പോൾ നനയാൻ പോയിട്ടുണ്ടോ? ഇതിൽ വല്ല ബറക്കത്തും ഉണ്ടോ എന്ന് അലവി മാലിക്കി തങ്ങളോട് ചോദിച്ചപ്പോൾ അലവി മാലിക്കി തങ്ങൾ പറഞ്ഞ മറുപടി, ഒരു ബറക്കത്തല്ല, രണ്ട് ബറക്കത്തുള്ള വെള്ളമാണ് ആ വീഴുന്നത്. കാരണം കഅബാലയത്തെ കുറിച്ച് ബറക്കത്തുള്ള വീട് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. വാനലോകത്ത് നിന്ന് ഇറക്കുന്ന വെള്ളം, ഇന്നാ അൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറകാ, ബറക്കത്തുള്ള വെള്ളമാണ് മേലെ നിന്ന് വരുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിയാൽ തന്നെ ആ വെള്ളം രണ്ട് ബറക്കത്തുള്ള വെള്ളമാണ്.
പോയി നനഞ്ഞോളാൻ ബഹുമാനപ്പെട്ട അലവി മാലിക്കി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ബറക്കത്തെടുക്കുക, സ്വാലിഹീങ്ങളെ ഓർക്കുക, മുൻഗാമികളായ സജ്ജനങ്ങളെ അറിയുക, ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിലാസമാണ്. ആ വിലാസമുള്ളവർക്കാണ് ആത്മാവറിഞ്ഞ് ഹജ്ജ് ചെയ്യാനാവുക. അല്ലാത്ത ആളുകൾ ബേജാറായി പോവും. പഠിച്ചോനെ, കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് കല്ലിനെ ബഹുമാനിക്കുകയോ, കഅബാലയത്തിന്റെ കോർണറിൽ വന്നിട്ട് കല്ലിനെ ചുംബിക്കുകയോ, കഅബാലയത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഒരു കുടുംബത്തെ ഓർക്കുകയോ, അങ്ങനെ സംശയിക്കുന്ന ആളുകൾ അവർ ശരിയായി തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ല. അവർ ശരിയായി ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല. അവർ ശരിയായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ നന്നായി പഠിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ശരിയായ രൂപത്തിൽ പ്രമാണങ്ങളോടെ അറിയണം. വരും കാലത്ത്, വർത്തമാനകാലത്ത്, ഭാവി കാലത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ കളങ്കമില്ലാതെ പറഞ്ഞു കൊടുക്കാനുള്ള പട്ടാളക്കാരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന യുവ പണ്ഡിതന്മാർ. അവര് പഠിക്കുന്നത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ദീനാണ്. അവര് പഠിക്കുന്നത് ഇമാമീങ്ങളുടെ ദീനാണ്. അവര് പഠിക്കുന്നത് മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയാണ്.